നമസ്കാരം. ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് യുദ്ധത്തിൻ്റെ പേരിലാണ്. അതേ ഇസ്രായേലിൽ ഇന്ത്യൻ രാജാവായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നു. അതെന്തിന് എന്ന് സംശയിക്കുന്നവർ ഉണ്ടാകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല കാലഘട്ടങ്ങളിൽ ആയി വേട്ടയാടപ്പെട്ടവർ ആയിരുന്നു ഇസ്രായേലിലെ ജൂതന്മാർ. പലായനം ചെയ്യപ്പെട്ട ജൂതന്മാരിൽ ഒരു വിഭാഗം മഹാരാഷ്ട്രയുടെ തീരത്തും എത്തി. രക്ഷപ്പെടുന്നതിന് ഇടെ കപ്പൽ അപകടത്തിൽപ്പെട്ടാണ് ഇവർ കൊങ്കൺ തീരത്ത് എത്തിയത് എന്നും ചരിത്രശേഷിപ്പുകൾ ഉണ്ട്. എന്തായാലും മഹാരാഷ്ട്രയുടെ ഭാഗമായ ജൂതന്മാരെ മതം മാറ്റാനോ അവരുടെ ആചാരങ്ങളിൽ ഇടപെടാനോ ഇന്ത്യൻ സമൂഹം തയ്യാറായിരുന്നില്ല. അതായത് ജൂതന്മാർ പുറം ലോകത്ത് നിന്ന് ഭീഷണികൾ നേരിട്ടിരുന്ന കാലത്ത് പീഡനങ്ങൾ നേരിടാതെ അവർ താമസിച്ചിരുന്ന അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. മഹാരാജാ ഛത്രപതിയുടെ സേനയിൽ വരെ ജൂതന്മാർ ഇടം പിടിച്ചു. പിന്നീട് പലരും ഇസ്രായേലിലേക്ക് മടങ്ങി. ചിലർ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുന്നു. അവരാണ് ബെനെ ഇസ്രായേലികൾ. മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജിയുടെ പ്രതിമ ഇസ്രായേലിൽ സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ശിവാജി പ്രതിമ സ്ഥാപിക്കുന്നതോടെ മറാത്ത സാമ്രാജ്യവും ഛത്രപതി ശിവജി മഹാരാജാവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ അധികം അറിയപ്പെടാത്തതുമായ ഒരധ്യായത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് എന്നായിരുന്നു ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ യാനിവ് റവാച്ച് പറഞ്ഞത്. മഹാഭാരതത്തോടുള്ള ജൂത സമൂഹത്തിൻ്റെ വീരചരിത്രത്തോടും ഉള്ള ഇസ്രായേലിൻ്റെ ആദരവും ആണിത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, അതുതന്നെയാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ടാണ് വൈദേശിക ശക്തികൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഇന്നും ഒരു പോറൽ പോലും ഏക്കാത്തത്.